അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഈസാ നബി അലൈഹിസ്സലാമും ഒരു യുവാവും കൂടി ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വളരെ ആർത്തിയുള്ള ആ യുവാവ്, അവർ രണ്ടുപേരും 3 പത്തിരി ഒരുമിച്ച് കൂട്ടി അത് കഴിക്കുകയാണ്. ഒന്ന് ഈസാ നബിയും ഒന്ന് ഈ സഹോദരനും കഴിച്ചു. മറ്റേ ഒരു പത്തിരി അവിടെ ബാക്കിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം നേരെ വെള്ളത്തിൽ പോയി അവിടെ നിന്ന് കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി തിരിച്ചു വരുമ്പോൾ ബാക്കി വെച്ച പത്തിരി കാണുന്നില്ല. മൂസാ നബി ചോദിച്ചു, ഇത് ആരാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം അയാളെയും കൂട്ടി വീണ്ടും നടക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ ഈസാ നബി അലൈഹി സ്വലാം ആ പുരുഷന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ മുഅ്ജിസത്ത് കാണിക്കുമ്പോഴും അയാളോട് ചോദിക്കുന്നു, ആരാണ് ആ പത്തിരി എടുത്തത് എന്ന് പറയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അയാൾ അറിയില്ല എന്ന് തന്നെ ആ മറുപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അല്പം മണ്ണെടുത്തുകൊണ്ട് അതിനെ സ്വർണ്ണഖനിയാക്കി മാറ്റുകയാണ്. ആ സ്വർണ്ണഖനി കണ്ട ഉടനെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈ ഒരു ഭാഗം സ്വർണ്ണക്കൂമ്പാരം നമ്മൾക്ക് 3ആയി ഭാഗിക്കാം. ഒന്ന് എനിക്കും ഒന്ന് നിനക്കും, മറ്റൊന്ന് ആ പത്തിരി എടുത്ത ആൾക്കും കൊടുക്കാം എന്ന് പറയാണ്. ആ സമയത്ത് ആ പുരുഷൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈസാ നബിയുടെ കൂടെ വന്ന അയാൾ പറഞ്ഞു, എങ്കിൽ ആ പത്തിരി ഞാനാട്ടോ തിന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈസാ നബി അയാളോട് പറഞ്ഞു, ഇത് മുഴുവനും നീ എടുത്തോളൂ എന്ന് പറയുകയാണ്. ആ മനുഷ്യൻ ആ സ്വർണ്ണക്കുമ്പാരം മുഴുവനും ഒരുമിച്ച് കൂട്ടി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈസാ നബി അയാളെ വിട്ട് നടന്നുപോയി. ഈ മനുഷ്യൻ ആ സ്വർണ്ണക്കൂമ്പാരത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സ്വർണം ശേഖരിച്ചു കൊണ്ടിരിക്കുക. 2 ആളുകൾ അതുവഴി കടന്നു വരികയാണ്. അവരിത് കാണുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കും കൂടി ഇതിൻ്റെ ഓഹരി വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 2 പേരും കരുതിയത് ഈ ആളുടെ പക്കലിൽ നിന്നും ഈ സ്വർണം പിടിച്ചു പറിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് ഓഹരിയാക്കാം എന്നുള്ള സ്ഥിതിയിലാണ്. അങ്ങനെ ഓഹരി വെക്കാൻ തീരുമാനിക്കുകയാണ്. അതിൽ ഒരാൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. അയാൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് ബാക്കിയുള്ള 2 ആളുകൾ തീരുമാനിക്കുകയാണ്, ആ മനുഷ്യൻ ഭക്ഷണം വാങ്ങി വരുന്നതിനിടയിൽ അയാൾ കടന്നു വന്ന ഉടനെ നമ്മൾക്ക് അയാളെ കീഴ്പ്പെടുത്തി കൊന്നുകളഞ്ഞ് ഇതിനെ 2ആയി ഭാഗിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഭക്ഷണം വാങ്ങാൻ പോയ വ്യക്തി മറ്റൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ താൻ വാങ്ങിയ ഭക്ഷണത്തിൽ അല്പം വിഷം ചേർത്തു. 2 ആളുകളും ഈ ഭക്ഷണം കഴിച്ചു മരിക്കുന്നു, എനിക്ക് ആ സ്വർണം മുഴുവനായി എടുക്കാമെന്ന് അയാളും തീരുമാനിക്കുകയാണ്. അയാൾ ഭക്ഷണവുമായി നേരെ വന്ന ഉടനെ ഈ 2 ആളുകൾ ആ മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊന്നുകളഞ്ഞു. അയാൾക്ക് സ്വർണം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവിടെ ബാക്കിയുണ്ടായിരുന്ന കൊണ്ടുവന്ന ഭക്ഷണം ഇവർ 2 പേരും കഴിക്കുകയാണ്. തൽക്ഷണം 2 പേരും മരണപ്പെടുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആ സ്വർണ്ണക്കൂമ്പാരത്തിന് സമീപത്ത് മരിച്ചു കിടക്കുന്ന 3 ആളുകൾ, അവരുടെ അടുത്തുകൂടെ ഈസാ നബി അലൈഹി സ്വലാം വന്ന വഴിയെ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. 3 ആളുകളും ഇങ്ങനെ മരിച്ചു കിടക്കുന്നു, സ്വർണ്ണക്കൂമ്പാരം അവിടെയുണ്ട്. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാചകമുണ്ട്, ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. ഈ ഒരു ലോകത്തിൻ്റെ മഹത്വം ആളുകൾ എത്രത്തോളം അതിൽ ആസക്തരാകുന്നു അതിനനുസരിച്ച് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെയാണ്. ഇവിടെ ഒന്നും നേടാനല്ല നമ്മളുടെ ജീവിതം, മറ്റൊരിടത്ത് വലിയ ഒരു നേട്ടത്തിന് വേണ്ടിയാണ്. അത് പരലോകമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.